ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. 1001 രാത്രികളിലെ 19ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ നൂറുദ്ദീനും ഷംസുദ്ദീനും. കഥ കേൾക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കേ, അപ്പോൾ കഥ തുടരാലോ അല്ലേ? കെയ്റോ ഭരിച്ചിരുന്ന പ്രശസ്തനായ ഒരു സുൽത്താനും പ്രഗത്ഭനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഭരണ നിപുണനും നീതിമാനുമായ മന്ത്രിക്ക് 2 പുത്രന്മാരുണ്ട്. മൂത്തത് ഷംസുദ്ദീൻ, ഇളയത് നൂറുദ്ദീൻ. 2 പേരും അതീവ സുന്ദരന്മാർ. എങ്കിലും നൂറുദ്ദീൻ സഹോദരനേക്കാൾ ലക്ഷണമൊത്തവൻ. വൃദ്ധനായ മന്ത്രി മരിച്ചപ്പോൾ 2 പുത്രന്മാരെയും സുൽത്താൻ മന്ത്രിമാരാക്കി. 2 പേരും രാജാവിൻ്റെ വിശ്വസ്തർ. 2-ൽ ഒരാൾ എപ്പോഴും സുൽത്താനെ അകമ്പടി സേവിച്ചു. ഒരു ദിവസം രാത്രി 2 സഹോദരന്മാരും തമാശകൾ പറഞ്ഞിരിക്കെ നൂറുദ്ദീൻ പറഞ്ഞു, നമ്മൾ 2 പേരുടെയും വിവാഹം ഒരേ ദിവസമായിരിക്കണം. നല്ല ആശയം. ഷംസുദ്ദീൻ അതിനോട് യോജിച്ചു. എന്നാൽ ഒരു കാര്യം കൂടി, നിനക്കൊരു മകനും എനിക്കൊരു മകളുമാണ് ജനിക്കുന്നതെങ്കിൽ അവരെ ഭാര്യ ഭർത്താക്കന്മാരാക്കണം. അതും ഞാൻ സമ്മതിക്കുന്നു, നൂറുദ്ദീൻ പറഞ്ഞു. സ്ത്രീധനമായി 3000 ദിനാറും കുറെ തോട്ടങ്ങളും തന്നാ മതി എന്ന് ഷംസുദ്ദീൻ പറഞ്ഞപ്പോൾ, അത് ശരിയല്ല, എൻ്റെ സഹോദരൻ്റെ മകൾ എൻ്റെ മകന് അവകാശപ്പെട്ടതാണ്. മാത്രമല്ല പെണ്ണിനേക്കാൾ ആണിനാണ് വില. അതുകൊണ്ട് ഞാൻ സ്ത്രീധനം തരുമെന്ന് വിചാരിക്കേണ്ട എന്നായി നൂറുദ്ദീൻ. അങ്ങനെ തമാശയ്ക്ക് തുടങ്ങിയ തർക്കം മൂത്ത് വാശിയായി. എൻ്റെ മകളുടെ തൂക്കത്തിന് പൊന്നു തന്നാലും നിന്റെ മകന് അവളെ കിട്ടുകയില്ല എന്ന് ഷംസുദ്ദീൻ പ്രഖ്യാപിച്ചു. ഇതിൻ്റെ പേരിൽ അവർ തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞു. പിറ്റേന്നു രാവിലെ നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം ഷംസുദ്ദീൻ സുൽത്താനോടൊപ്പം പിരമിഡുകൾ കാണാൻ പോയി. സഹോദരന്റെ വാക്കുകേട്ട് ദുഃഖിതനായ നൂറുദ്ദീൻ രാത്രി ഉറക്കമില്ലാതെ കഴിച്ചു. രാവിലെ ഒരു സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങളുമായി കുതിരപ്പുറത്ത് യാത്ര തിരിച്ചു. ഞാനൊരു യാത്ര പോകുന്നു, 3 ദിവസം കഴിഞ്ഞേ വരൂ എന്ന് സേവകന്മാരോട് പറഞ്ഞിരുന്നു. ജെറുസലേമിലും ആലപ്പോ നഗരത്തിലും സഞ്ചരിച്ചു ഒടുവിൽ ബ്രസയിൽ എത്തിച്ചേർന്നു. കുതിരയെ പുറത്ത് നിർത്തിയിട്ട് കോട്ടയ്ക്കകത്തേക്ക് പോയി. അന്നാട്ടിലെ മന്ത്രി കുതിരയെ കണ്ടു. അണിയിച്ചൊരുക്കിയ ലക്ഷണയുക്തയായ കുതിര ആരുടേതാണെന്ന് അന്വേഷിച്ചു. അങ്ങനെ നൂറുദ്ദീനെ മന്ത്രി കാണാനും അയാളുടെ കഥ കേൾക്കാനും ഇടയായി. മന്ത്രിക്ക് അയാളോട് വാത്സല്യം തോന്നി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി നൂറുദ്ദീനോട് പറഞ്ഞു, എനിക്ക് വയസ്സായി, അല്ലാഹു എനിക്കൊരു മകനെ തന്നില്ല, പക്ഷേ സുന്ദരിയായൊരു മകളുണ്ട്. പലരും വിവാഹാലോചനയുമായി വന്നെങ്കിലും ഞാൻ സമ്മതിച്ചിട്ടില്ല. നിനക്കിഷ്ടമാണെങ്കിൽ അവളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. നീ എൻ്റെ സഹോദര പുത്രനാണെന്നും ഈയിടെ ബസ്രയിൽ വന്നതാണെന്നും ഞാൻ സുൽത്താനോട് പറയാം. തെല്ല് നേരം കണ്ണടച്ച് ആലോചിച്ചിരുന്നിട്ട് നൂറുദ്ദീൻ പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ. അങ്ങനെ അവരുടെ വിവാഹം മോടിയായി നടന്നു. തൻ്റെ സഹോദര പുത്രനാണ് നൂറുദ്ദീൻ എന്ന് മന്ത്രി അതിഥികളോടെല്ലാം പറഞ്ഞു. സദ്യ കഴിഞ്ഞ് നൂറുദ്ദീൻ അകമ്പടിക്കാരുമായി സ്നാനഘട്ടത്തിൽ പോയി കുളിച്ച് സുഗന്ധദ്രവ്യം പൂശി പട്ടുടുപ്പുകൾ അണിഞ്ഞ് കോവർ കഴുതപ്പുറത്ത് ആഘോഷമായി വന്നു. വെൺമേഘത്തിനുമേൽ പൂർണ്ണചന്ദ്രൻ എന്ന പോലെയുള്ള നൂറുദ്ദീൻ്റെ വരവ് കണ്ട് നഗരവാസികൾ മിഴിച്ചു നിന്നു. കഥ ഇത്രയും ആയപ്പോഴേക്ക് നേരം പുലർന്നു. ഷഹറസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവർ കഥ തുടർന്നു. മന്ത്രി നൂറുദ്ദീനെ സന്തോഷത്തോടെ സ്വീകരിച്ച് നാളെ നമുക്ക് സുൽത്താനെ സന്ദർശിക്കണം എന്ന് പറഞ്ഞു. നൂറുദ്ദീൻ നവവധുവിൻ്റെ സമീപം ചെന്നു. തൽക്കാലം നൂറുദ്ദീൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. അയാളുടെ സഹോദരൻ കെയ്റോയിലുള്ള ഷംസുദ്ദീന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയണ്ടേ? പിരമിഡുകൾ കാണാൻ പോയ രാജാവിനെ അനുഗമിച്ചിരുന്ന ഷംസുദ്ദീൻ മടങ്ങി വന്നപ്പോൾ സഹോദരനെ കണ്ടില്ല. കളിയായി പറഞ്ഞ വാക്കുകൾ കാര്യമായി കലാശിച്ചതും തമ്മിൽ പിണങ്ങിയതുമോർത്ത് അയാൾ ദുഃഖിച്ചു. സഹോദരനെ കണ്ടുപിടിക്കാൻ 4 പാടും ദൂതന്മാരെ അയച്ചു. എന്നാൽ ഒരു വിവരവും ലഭിച്ചില്ല. എന്തുകൊണ്ടോ ബസ്രയിൽ മാത്രം ആരും അന്വേഷിച്ചു പോയതുമില്ല. എല്ലാറ്റിനും ഒരന്ത്യമുണ്ടല്ലോ. ഷംസുദ്ദീൻ്റെ ദുഃഖവും കാലക്രമത്തിൽ മാഞ്ഞു. അയാൾ വിവാഹിതനായി. കെയ്റോയിലുള്ള വ്യവസായ പ്രമുഖന്റെ മകളായിരുന്നു വധു. വിധി നിയോഗമാവാം, ബസ്രയിൽ നൂറുദ്ദീൻ്റെ വിവാഹം നടന്ന ദിവസം തന്നെയായിരുന്നു കെയ്റോയിൽ ഷംസുദ്ദീൻ്റെ വിവാഹവും. സഹോദരന്മാർ തമ്മിൽ പറഞ്ഞിരുന്നത് പോലെ അല്ലാഹുവിൻ്റെ തിരുവുള്ളത്താൽ 2 പേരുടെയും ഭാര്യമാർ ഒരേ ദിവസം ഗർഭം ധരിച്ചു.
ഈജിപ്തിലെ മന്ത്രി ഷംസുദ്ദീന് അതിസുന്ദരിയായ മകൾ പിറന്നു. ബസ്രയിൽ നൂറുദ്ദീന് അതികോമളനായ പുത്രനുമുണ്ടായി. സന്തോഷം കൊണ്ട് മതിമറന്ന നൂറുദ്ദീൻ പുത്രനും ഹസൻ ബദറുദ്ദീൻ എന്ന് പേരിട്ടു. 7-ാം നാൾ അതിഗംഭീരമായ വിരുന്നു സൽക്കാരം നടത്തി. ആഘോഷമെല്ലാം കഴിഞ്ഞപ്പോൾ മന്ത്രി ജാമാതാവായ നൂറുദ്ദീനെ സുൽത്താൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നു. ഇതെൻ്റെ സഹോദരൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരൻ ഈജിപ്തിലെ മന്ത്രിയായിരുന്നു. അയാൾ മരിച്ചുപോയി. അയാളുടെ മൂത്ത പുത്രൻ അച്ഛൻ്റെ സ്ഥാനത്ത് മന്ത്രിയായി തുടരുന്നു. ഇളയ മകൻ നൂറുദ്ദീൻ എൻ്റെ മകളെ വിവാഹം ചെയ്ത് എന്നോടൊപ്പം താമസിക്കുന്നു. എനിക്ക് വയസ്സായതുകൊണ്ട് എന്നെ ഒഴിവാക്കി ഇനി ഇവനെ മന്ത്രിയായി നിയമിക്കണം. രാജാവ് മന്ത്രിയുടെ അപേക്ഷ അനുവദിച്ചു. ഉടനെ തന്നെ അയാളെ മന്ത്രിയായി നിയമിച്ചു. പുതിയ മന്ത്രിയുടെ കാര്യശേഷിയിൽ സുൽത്താന് അതീവ മതിപ്പുണ്ടായി. അയാളെ തൻ്റെ ഉറ്റമിത്രമായി കരുതി. അങ്ങനെ നൂറുദ്ദീൻ്റെ പ്രതാപവും സമ്പത്തും അനുദിനം വർദ്ധിച്ചു. ഹസന് 4 വയസ്സായപ്പോൾ മുത്തച്ഛൻ മരിച്ചു. ശവസംസ്കാരത്തിൽ നാട്ടിലെ പ്രമുഖരായ വ്യക്തികളെല്ലാം പങ്കെടുത്തു. പുത്രൻ്റെ വിദ്യാഭ്യാസത്തിൽ നൂറുദ്ദീൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കുട്ടിയെ പഠിപ്പിക്കാൻ പണ്ഡിതരായ അധ്യാപകരെ ഏർപ്പെടുത്തി. അച്ഛൻ കൊട്ടാരത്തിൽ പോകുമ്പോൾ മകനെയും കൊണ്ടുപോകാൻ തുടങ്ങി. സുൽത്താനും ഹസനെ വളരെ ഇഷ്ടമായി. കുട്ടിയുടെ മേൽ സമ്മാനങ്ങൾ കോരിച്ചൊരിഞ്ഞു. ഹസന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ വഴിവക്കിൽ ആളുകൾ കാത്തു നിന്നിരുന്നു. പെട്ടെന്നൊരു ദിവസം നൂറുദ്ദീൻ രോഗബാധിതനായി. തൻ്റെ അന്ത്യമടുത്തു എന്ന് മനസ്സിലായപ്പോൾ മകനെ വിളിച്ച് ഒരു സഹോദരൻ ജീവിച്ചിരിപ്പുള്ള കാര്യം പറഞ്ഞു. ഒരു കത്ത് തയ്യാറാക്കിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ വല്യച്ഛനെ കണ്ട് കത്ത് കൊടുക്കണമെന്ന് ഉപദേശിച്ചു. ഈർപ്പം തട്ടാതിരിക്കാൻ കത്ത് മെഴുകു തുണിയിൽ പൊതിഞ്ഞ് ഹസൻ തൻ്റെ തലപ്പാവിൽ തുന്നിച്ചേർത്തു. നൂറുദ്ദീൻ മരിച്ചപ്പോൾ ഹസൻ ഏകനായി. ദുഃഖിതനായ അവൻ വീടിന് പുറത്തിറങ്ങിയില്ല. സുൽത്താനെ സന്ദർശിക്കുന്ന കാര്യം പോലും അവൻ മറന്നുപോയി. നൂറുദ്ദീൻ മരിച്ച് 2 മാസമായിട്ടും തന്നെ വന്ന് കാണാത്തതുകൊണ്ട് സുൽത്താന് ഹസനോട് നീരസം തോന്നി. മനഃപൂർവ്വം തന്നെ ധിക്കരിക്കുകയാണെന്ന് ധരിച്ച് മറ്റൊരാളെ മന്ത്രിയായി നിയമിച്ചു. ഹസനെ ജയിലിലടയ്ക്കാനും സ്വത്തെല്ലാം കണ്ടുകെട്ടാനും ഉത്തരവിട്ടു. അച്ഛൻ്റെ ഒരു സ്നേഹിതൻ മുഖേന വിവരമറിഞ്ഞ ഹസൻ എല്ലാം ഉപേക്ഷിച്ച് വേഗം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. തലപ്പാവിൻ്റെ അഗ്രം കൊണ്ട് മുഖം മറച്ച് തെരുവുകൾ താണ്ടി നടന്നു നീങ്ങിയ അയാൾ യാത്ര ചോദിക്കാൻ അച്ഛൻ്റെ ഖബറിടത്തിൽ ചെന്നു. ദുഃഖിതനായി അവിടെ ഇരുന്നപ്പോൾ ബസ്രയിലെ പ്രമുഖ വ്യാപാരിയായ ഒരു ജൂതൻ അതുവഴി വന്നു. ഹസനെ അയാൾ തിരിച്ചറിഞ്ഞു. എന്താണ് ഇവിടെ ഇരിക്കുന്നത്? മുഖം വിളയേറിയിരിക്കുന്നല്ലോ, എന്തു പറ്റി? വ്യാപാരി ചോദിച്ചു. ഇന്ന് ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നതാണ് എന്ന് മാത്രം ഹസൻ അയാളോട് പറഞ്ഞു. നിങ്ങളെ കണ്ടത് നന്നായി. നിങ്ങളുടെ പിതാവുമായി ഞാൻ വ്യാപാരം നടത്തിയിരുന്നു. ഇപ്പോൾ പുറം നാട്ടിൽ നിന്ന് ചരക്കുകളുമായി കപ്പലുകൾ തുറമുഖത്ത് വന്നിട്ടുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ അച്ഛൻ്റേതാണ്. ആ ചരക്ക് ഞാൻ 1000 ദിനാറിന് വാങ്ങാം. ഇപ്പോൾ തന്നെ പണം തരാം. ജൂതൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹസന് ആശ്വാസമായി. അല്ലാഹുവിൻ്റെ കൃപ കൊണ്ടാണ് അപ്രതീക്ഷിതമായി ഈ ഭാഗ്യം കൈവന്നതെന്ന് അയാൾ വിശ്വസിച്ചു. ഉടനെ തന്നെ കപ്പലിലെ ചരക്കുകൾ ജൂതന് വിലയ്ക്ക് കൊടുത്തതായി രേഖയുണ്ടാക്കി തുക കൈപ്പറ്റി വ്യാപാരി നന്ദി പറഞ്ഞു വണങ്ങിയിട്ട് അവിടെ നിന്ന് പോയി. ക്ഷീണിതനായിരുന്ന ഹസൻ ശ്മശാനത്തിൽ കിടന്ന് ഉറക്കമായി. രാത്രി നിലാവുദിച്ചു. നിലാവത്ത് പറന്നു നടന്ന സുന്ദരിയായൊരു യക്ഷി ഉറങ്ങുകയായിരുന്ന ഹസനെ കണ്ടു. ഹാ, എന്തൊരു സൗന്ദര്യം! യക്ഷി പറഞ്ഞു. ഈ യുവാവിനെ ഞാൻ പ്രേമിക്കുന്നു. ഇവൻ ഉണർന്നിരുന്നെങ്കിൽ ആ കണ്ണുകൾ കണ്ട് ഞാൻ മയങ്ങിപ്പോയേനെ. യുവാവ് ഉണരുന്നത് വരെ അന്തരീക്ഷത്തിൽ ഉലാത്താമെന്ന് കരുതി യക്ഷി ഉയർന്നുപോയി. മുകളിൽ വച്ച് ഒരു ഭൂതത്തെ കണ്ടുമുട്ടി. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? യക്ഷി ചോദിച്ചു. കേറോയിൽ നിന്ന്, ഭൂതം പറഞ്ഞു. അവിടെ എല്ലാവർക്കും സുഖമാണോ? അല്ലാഹുവിൻ്റെ കൃപ കൊണ്ട് സുഖം തന്നെ. എന്നോടൊപ്പം താഴേക്ക് ഇറങ്ങിയാൽ ബസ്രയിലെ ശവപ്പറമ്പിൽ ഉറങ്ങിക്കിടക്കുന്ന സുന്ദരനെ കാണിച്ചു തരാം. യക്ഷി ക്ഷണിച്ചു. 2 പേരും താഴെ വന്ന് ഹസന്റെ സമീപത്ത് നിന്നു. പിന്നീട് ഹസൻ എന്തു സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയണ്ടേ? കാത്തിരുന്നോളൂ, ഞാൻ വരാം ബാക്കി കഥ പറഞ്ഞു തരാൻ വേണ്ടി. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.